ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടു പോകുന്നവർ കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ചെയ്തേച്ച് പോകണേ കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. രാവിലെ എണീറ്റ് ഒന്ന് ജനലൊക്കെ തുറന്നപ്പോണ്ടല്ലോ നല്ല തണുത്ത കാറ്റ് അകത്തോട്ട് കയറുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നലെ അരച്ചു വെച്ച മാവും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മാവൊക്കെ നല്ലോണം പുളിച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ ഞാൻ അന്നേരം ഇളക്കി വെച്ചില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ കിടക്കാൻ നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഇളക്കി വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ പുളിച്ച് അല്ലാതങ്ങായി പോകും. അപ്പം മാവെല്ലാം നല്ലപോലെ പുളിച്ചിട്ടുണ്ട്. നമുക്ക് മാവ് പുളിച്ചേക്കുന്ന കണ്ടാലറിയാം അപ്പം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ കടല ഇന്നലെ ഞാൻ വെള്ളത്തിൽ ഇട്ടേച്ച് കിടന്ന അപ്പവും കടലക്കറി ആക്കാനായിട്ട്. ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അപ്പമൊക്കെ ഉണ്ടാക്കട്ടെ. അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നൊക്കെ അതിനൊന്നും കൂടെ കാണിച്ചു തരാവേ. നേരം വെളുത്ത് കഴിയുമ്പോഴാണ്, നേരം വെളുത്ത് വെച്ചാൽ രാവിലെയാണ് ഞാൻ സോഡാപ്പൊടി ചേർക്കുന്നത്. ചിലർ സോഡാപ്പൊടി മാത്രമേ ചേർക്കത്തുള്ളൂ, ചിലർ ഈസ്റ്റ് മാത്രമേ ചേർക്കത്തുള്ളൂ. ഞാൻ പക്ഷേ ഇച്ചിരി സോഡാപ്പൊടിയും ഈസ്റ്റും കൂടെ ചേർക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കും. എന്നിട്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്തതിന് ശേഷമേ ഞാൻ എടുത്തിട്ട് ഇളക്കത്തിലെല്ലാം കണ്ടല്ലോ ഈ സോഡാപ്പൊടി അവിടെ എവിടെയും പിടിച്ചിരിക്കും. പിന്നെ ഈസ്റ്റും സോഡാപ്പൊടിയും ചേർക്കുമെന്ന് പറഞ്ഞത് ഈസ്റ്റുമായിട്ടാണ് ചേർക്കുന്നത്. സോഡാപ്പൊടിയെ രാവിലെ ചേർക്കത്തുള്ളൂ. സോഡാപ്പൊടി ചേർത്ത് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കത്തില്ല കേട്ടോ. ഇച്ചിരി നേരം ഒന്ന് വെക്കും. ഇത് ശകലം പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഞാനിടുവേ. ഇത്രയും കൂടെ പഞ്ചസാരയും കൂടെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എടുക്കുള്ളൂ. അതിനിടയ്ക്ക് ചേട്ടനൊരു കോള് വന്നു. ഞാൻ സാധാരണ എണീറ്റ് പോരുമ്പോൾ ചേട്ടൻ്റെ ഫോണും കൂടി എടുത്തുകൊണ്ട് പോരുവേ. കാര്യം ചേട്ടൻ നല്ല ഉറക്കമായിരിക്കും. ഇപ്പം ചേട്ടൻ നല്ല ഉറക്കമായിരിക്കും. അന്നേരം ഫോൺ ബെല്ലടിച്ചാൽ അത്യാവശ്യമുള്ള കോളാണെങ്കിൽ കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ അല്ലേ, കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. അതാണ് ഇപ്പം ബെല്ലടിച്ചതിലേക്ക്. അപ്പം പറഞ്ഞൊക്കെ കേട്ട് കാണുമായിരിക്കുമല്ലോ അല്ലേ, എന്നതൊക്കെ ചേർത്തെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പം അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്. ഞാൻ രാവിലെ ഒരുത്തിനെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. എന്നോട് പറയുന്നത് അമ്മ രാവിലെ വിളിക്കുന്നില്ല എന്ന്. ഞാൻ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. റൂമിൽ നിന്ന് വന്ന് പിന്നെയും കിടന്ന് ഉറക്കമാണ്. ഇത് കണ്ടോ, നിന്നെ ഞാൻ രാവിലെ വിളിച്ചെണീപ്പിച്ചതേ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ട്. സമയം എന്നാ നീ കണ്ടോ? പനിയോ? എന്ത് ചെയ്തോട്ട് നോക്കട്ടെ. ആര് പറഞ്ഞു പനിയാന്ന്? ചൂടുണ്ടല്ലോ. ഇപ്പം എങ്ങനെയാ? പറ്റുമെങ്കിൽ പോയാൽ മതി, പനിയായിക്കൊണ്ട് പോകണമെന്നില്ല. ഒരു ഗുളിക രാവിലെ എന്തെങ്കിലും കഴിച്ചൊന്ന് കഴിക്കും. ഇതെന്നാടാ പെട്ടെന്ന് പനി വന്നത്? വലിയ ചൂടില്ല, ചെറിയൊരു ചൂട്. തലവേദനയുണ്ടോ? ഇവിടെ കിടന്ന് കുറച്ചൊന്നും അല്ലല്ലോ കസർത്ത്, ആങ്ങളെയും പെങ്ങളും കൂടെ. എന്നാ ചിരിയും ബഹളവാ. ഓരോ കോക്കാമ്പിച്ചി ആ പെണ്ണിനെ കാണിക്കും. ആ പെണ്ണ് കുടഞ്ഞിട്ടങ്ങ് ചിരിക്കാൻ തുടങ്ങും. അത് കാണുമ്പോൾ പിന്നെയും കോക്കാമ്പിച്ചി കാണിക്കാൻ തുടങ്ങും അല്ലേ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ പേരൻസ് മീറ്റിംഗ് മാറ്റി വെച്ചു തിങ്കളാഴ്ചത്തേക്ക്. ശനിയാഴ്ച ആക്കാൻ പറയേണ്ടതായിരുന്നു, നീയും വേണമായിരുന്നു. ബാ എണീര്. എല്ലാവരും എണീറ്റ് കഴിയുമ്പോൾ ഞാൻ കട്ടൻ കാപ്പി എടുക്കത്തുള്ളേ, അല്ലാതെ ഞാൻ രാവിലെ എണീറ്റൊരു കട്ടൻ കാപ്പി കൂടിയില്ല.
എല്ലാവരും എണീറ്റ് വരുന്നു. പെരുങ്കാപ്പിക്ക് ആദ്യം വെള്ളം തന്നെ. കട്ടൻ കാപ്പി ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് കടല കഴുകി വെക്കണം. കുക്കറിലോട്ട് നോക്കാം. അച്ചു എണീറ്റില്ലേ? അവള് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചതാന്ന് പറഞ്ഞിട്ട് പിന്നെയും കിടന്ന് ഉറക്കുക. അയ്യോ ഇച്ചിരി കട്ടൻ കാപ്പിക്കകത്ത് ഞാൻ ആ ഒരൊറ്റ സ്പൂൺ പഞ്ചസാരയല്ല ഇട്ടോ കേട്ടോ. അത് ചേട്ടന് ഒരുപാട് മധുരം വേണ്ട, അതുകൊണ്ട് ആദ്യം കുറച്ച് മധുരമിട്ട് കാപ്പി എടുത്ത് വെച്ച് പിന്നെ എടുക്കും. കണ്ണാ ചൂട് കാപ്പി കുടിക്കാൻ നേരം മാറും. എൻ്റെ തെക്കിടുമ്പത്ത് എണീറ്റ് വന്നു. തെക്കിടുമ്പത്തിന് കാപ്പി കൊടുക്കട്ടെ. എന്നാ തെക്കിടുമ്പത്തെ കാപ്പി. എണീറ്റ് വരുന്ന ലുക്കാണ്. കാപ്പി കുടിച്ചേച്ച് അടുക്കളയിലോട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമോ? പാത്രമൊക്കെ എടുത്ത് വെച്ചാൽ മതി, വേറൊന്നും വേണ്ട. കഴുകി വെച്ചേക്കുന്ന പാത്രം എല്ലാം ഒന്ന് അടുക്കി വെച്ചാൽ മതി. ഫാനോ ആവി എടുക്കുന്ന രാവിലെ? ചൂട് കാപ്പി കുടിക്കടി രാവിലെ. കടല ഇനി കുക്കറിലിട്ടിട്ട് വേവിക്കാണ്ട് എടുക്കുവാണേ. കടലയും വെള്ളവും ഉപ്പും മാത്രം ഇട്ട് വേവിച്ചേച്ച് ബാക്കി പിന്നെ ചേർക്കത്തുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ഒരുത്തിന് ഇവിടെ സ്കൂളിൽ പോകാണ്ട് അമ്മയെ കെട്ടി പിടിച്ചോണ്ടിരിക്കുക റിമോട്ടിന് വേണ്ടിട്ട്. ഓ ഇവിടുത്തെ പനി ചുമ്മാ. ഇന്നലെ ഇവിടെ കിടന്ന് അലം വേണ്ട നിൽക്കുന്നിടത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാ എനിക്കും ചൂടുണ്ട്, ഞാനും ഒന്നും പോകത്തില്ല. ഞാൻ 2 ആഴ്ച കൊണ്ട് പറയാ എനിക്ക് തൊണ്ടവേന ഉണ്ട്. അമ്മ പൊക്കോ. അയ്യോ ഇതുപോലെയൊക്കെ അഭിനയിക്കാൻ നിനക്ക് അറിയാമായിരുന്നോ? അയ്യോ ശരി അമ്മ മോൻ കിടന്നോളാം. അമ്മയുടെ മോനായി ഞാൻ കിടന്നോളാം. കടലയൊക്കെ നല്ലപോലെ വെന്തു. പിന്നെ നമ്മുടെ മാവ് ഒന്നും കൂടെ നല്ല ഇതായി ചൂടെ പൊങ്ങി വന്നു. ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാണ്. ആദ്യം കടലയുടെ ഒന്ന് സെറ്റാക്കട്ടെ. എണ്ണയുടെ കളറ് നോക്കട്ടെ. തവിടെണ്ണ കേട്ടോ, തവിടെണ്ണയിലാണ് കൂടുതലെടുക്കുന്നത്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരുപാട് ഇതായിട്ട് എടുക്കത്തില്ല. അത്യാവശ്യം മീൻ കറി, അവിയൽ, മീൻ വറുക്കാൻ ഇങ്ങനെയൊക്കെ എടുക്കുള്ളൂ. സവോളയാണ് എടുത്തേക്കുന്നത്. സവോളയും തേങ്ങാക്കൊത്തും പിന്നെ 2-3 പച്ചമുളകും കൂടെ. കൊച്ചുള്ളിയാണ് ഞാൻ എടുക്കുന്നത്. കൊച്ചുള്ളി എല്ലാം കുഞ്ഞുള്ളി കഴിഞ്ഞിരിക്കുന്നത്. അത് പൊളിച്ചെടുത്ത് വരണമെങ്കിൽ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് കുഞ്ഞ് സവോള എടുക്കും. വഴറ്റി എടുത്തേച്ച് ബാക്കി ചേർക്കാം. കടല വേവിച്ചതിനകത്തുനിന്ന് ഒരു കുറച്ച് കടല ഞാൻ തേങ്ങയും കടലയും കൂടെ അരക്കാനായിട്ട് എടുക്കും. അന്നേരം ഈ കടലക്കറിക്ക് ഇച്ചിരി കൊഴുപ്പ് കിട്ടുന്നത്.
ഇത് മതി. മസാലപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടെയാണ് ചേർക്കുന്നത്. വേവിച്ച് വെച്ച കടലയും കൂടെ ചേർത്ത് ഇത് വേകുമ്പോഴത്തേക്കിനി തേങ്ങയും കടലയും കൂടെ അരച്ചുകൊണ്ട് വരാം. കോവയ്ക്ക ഉണ്ടായി തുടങ്ങി. പഴുത്ത കോവയ്ക്ക, പച്ചമുളകും ഒക്കെ പറിക്കാൻ നിൽപ്പുണ്ട്. അതിൽ ഇന്ന് പറിക്കണം. ഇത്രയും തേങ്ങയും കടലയും. കറിയൊക്കെ നല്ലപോലെ തിളച്ചു. ഇനി അതിലേക്ക് തേങ്ങയും കടലയും കൂടെ അരച്ചതും കൂടെ ചേർത്ത് ഇച്ചിരിയും കൂടെ തിളയ്ക്കണം. ജാറും കൂടെ കഴുകി ഒഴിച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ചതിനകത്ത് അരപ്പും കൂടെ കഴുകി ചേർത്ത് ഇനി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ കടലക്കറി റെഡിയായി. അപ്പം ഞാൻ കറിയുടെ ഉപ്പൊക്കെ നോക്കി കുറച്ചും കൂടെയൊക്കെ ഉപ്പൊക്കെ ചേർക്കണമായിരുന്നു. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ചു പാത്രം എല്ലാം അടുക്കി വെക്കുവാണേ. ഓരോന്നും വെക്കേണ്ട സ്ഥലത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോന്നിട്ടില്ല, കുറേ ഗ്ലാസും പാത്രങ്ങളും എല്ലാം ഉണ്ട്. പുള്ളിക്കാരി ഒന്നിച്ചെടുക്കാൻ പറ്റുന്ന അത്രയും മാക്സിമം ഒന്നിച്ചെടുക്കും. കാര്യം ഒറ്റ പ്രാവശ്യം നടന്നാൽ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ അച്ചു പാത്രങ്ങളെല്ലാം വെക്കുവാണ്. ഞാൻ അടുക്കളയിൽ കടല സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ കണ്ണന് പനിയായതുകൊണ്ട് കണ്ണൻ പോകുന്നില്ല. അച്ഛന് സ്കൂളിൽ പോകണം. അപ്പോൾ ചില ധൃതി വെച്ച് ചെയ്യുമൊന്നും വേണ്ട. കാര്യം അവൾക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതി. അതുകൊണ്ട് ഞാൻ പതിയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം കടലക്കറിയും എല്ലാം ഒന്ന് സെറ്റാക്കി അതിൻ്റെ ഉപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ. അപ്പം കൂടെ ഉണ്ടാക്കി കഴിക്കാം. കണ്ണ ബാ കഴിക്കാം. അപ്പം രാവിലത്തെ കാപ്പുടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കേട്ടോ. അച്ഛനെ കൊണ്ടുപോയിട്ട് ചേട്ടൻ പോയി. അപ്പം ഞാൻ ഇവിടെ എല്ലാം ഒന്ന് പിറകെല്ലാം ചേട്ടൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മീനും മേടിച്ചുകൊണ്ടാണ് വന്നത്. അപ്പം മീൻ വെളിയിൽ നിന്ന് വെട്ടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഈ മീനൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വിറകെല്ലാം എടുത്ത് മാറ്റി അതെല്ലാം ഒന്ന് തൂത്തൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇനി ഇവിടെ ഒന്ന് മീൻ വെട്ടാൻ. വിറകൊക്കെ തീർന്നു കേട്ടോ. ഇനി അത്രയും വിറകൊക്കെ ഉള്ളൂ തീ കത്തിക്കാനായിട്ട്. അപ്പം അതുകൊണ്ടല്ലേ ഇനി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകണം. അങ്ങനെ വിറകെല്ലാം എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് ഞാനവിടെ എല്ലാം തൂത്തൊന്ന് വൃത്തിയാക്കിയിടുവാണ്. വൃത്തിയാക്കിയിട്ടേച്ച് വേണം മീൻ വെട്ടാനായിട്ട്. അപ്പം മീൻ വെട്ടുന്നതിന് മുമ്പ് ഞാൻ ഇന്നലെ പറിച്ചുകൊണ്ട് വന്ന് ചീരയൊക്കെ അവിടെ വെച്ചാലും നട്ടില്ലായിരുന്നു കേട്ടോ. അന്നേരമാണ് ഓർത്തത്. പക്ഷേ അത് ശരിയാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഇന്നലെ പറിച്ചുകൊണ്ട് വെച്ചതാണ്. ഇപ്പം വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് നല്ല വെയിലാകും. അപ്പോൾ അത് കിട്ടിയതൊക്കെ കിട്ടിയെന്ന് പറയാം, പോയതൊക്കെ പോട്ടെ. പോകുന്നൊന്നും നമുക്കുള്ളതല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. കിട്ടുന്നതൊക്കെ നമുക്കുള്ളതാണെന്ന് പറയുന്നത്. ആ ഒരു വിശ്വാസമാണ് എനിക്കും. പോകുന്നൊന്നും നമുക്കുള്ളതല്ല, നല്ലതായിട്ട് കിട്ടുന്നതല്ല നമുക്കുള്ളത്, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ചീരയെല്ലാം കൂടെ നട്ടേച്ച് വേണം എനിക്ക് മീൻ വെട്ടാനായിട്ട്. അപ്പം
കുറേ ചീര ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂടെ അവിടെയൊക്കെ നട്ടു വെച്ചിട്ട് ഞാൻ പിന്നെ വന്ന് ഇവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കുവാണേ. തൂളിയാണ് മീൻ കിട്ടിയേക്കുന്നത്. എടാ പൈപ്പ് ഒന്ന് നിർത്തിയിട്ട് വേണം. ഈ ഒരെണ്ണവേ ഉള്ളെന്ന് തോന്നുന്നു വലുതേ, ബാക്കിയെല്ലാം ചെറുതാട്ടോ. ഇത് കണ്ടോ, ചെറിയ സൈസ് മീനാണ്. ഇത് തൂളിയാണോ പരന്നിരിക്കുന്നേ? ആണോ? നല്ലെന്ന് തോന്നുന്നല്ലേ. തൂളി ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഇത് പച്ചയും എല്ലാം തോന്നുന്നുണ്ട്, തളതളാന്ന് കിടക്കുന്നു. തൂളി വെട്ടൽ ഇച്ചിരി പാടാണ്. പാടെന്ന് പറഞ്ഞാൽ ചെതമ്പൽ മേല് മുഴുവൻ തെറിക്കും. അതുകൊണ്ടാണ് വെളി വന്നിരുന്ന് വെട്ടാമെന്ന് വിചാരിച്ചേ. വെയിലാകുന്നതിന് മുമ്പ് മീൻ വെട്ടട്ടെ. നീ ഒരു കാര്യം ചെയ്യോ, അകത്തൊരു പലക ഇരിപ്പുണ്ട്, അതിങ്ങനെ അകത്തെ വെച്ചങ്ങ് വെട്ടാം. വെട്ടാൻ എളുപ്പമുണ്ട്. ഇത് ഇച്ചിരി നേരം വെള്ളത്തിൽ ഇടാമെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ചെതമ്പൽ ഇങ്ങനെ പോകാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര കട്ടിയാണ് ചെതമ്പൽ പോകാനായിട്ട്. ഇത് തൂളി മീനാണ്. ഞാൻ പറഞ്ഞേക്കുന്നതിൻ്റെ വോയിസ് ചിലപ്പം വലിയ സൗണ്ട് ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ഈ മീൻ നമ്മൾ ഇച്ചിരി നേരത്തെ വെള്ളത്തിൽ ഇടാമെങ്കിൽ ഇതിൻ്റെ ചെതമ്പൽ ഇളക്കിയെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അപ്പം തൂളി മീൻ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്കൊക്കെ അറിയാം, നിറച്ച് മുള്ളുള്ള മീനാണ്. അതിൻ്റെ ദശയിലും എല്ലാം മുള്ളാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനുമാണ്. അതുകൊണ്ടാണ് ആറ്റുമീനാണ്. അപ്പം അത് എല്ലാം ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കുവാണ്. ഇനി ഇത് കഴിഞ്ഞേച്ച് വേണം ഇനി അത് കഴുകിയെടുക്കാൻ. അപ്പം ഞാനൊരു മുണ്ട കൊടുത്തത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അടുക്കള ജോലി ചെയ്യുമ്പോഴത്തേക്ക് ഒരു മുണ്ട എടുത്ത് കൊടുക്കാറുണ്ടെന്ന്, നമ്മുടെ തുണിയിലൊക്കെ ഒന്നും പറ്റാതിരിക്കട്ടെ. അപ്പം അങ്ങനെ എടുത്ത് കൊടുത്തേക്കുന്ന മുണ്ടാണ് കേട്ടോ. അത് അടുക്കളയിലേക്ക് വേണ്ടി ഉടുക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചേക്കുന്ന ചേട്ടൻ്റെ പഴയ ഒരു മുണ്ടാണ്. അതാണ് ഞാൻ ഉടുക്കുന്നത്. അപ്പം മീൻ എല്ലാം വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് കല്ലയിലിട്ട് നല്ലപോലെ ഉരച്ച് കഴിഞ്ഞ് ഇതിൻ്റെ പുറത്തെ വഴുവഴുപ്പ് പോകണമെങ്കിൽ അപ്പം അതിന് വേണ്ടി ഞാൻ നല്ലപോലെ ഉരച്ച് കഴുകുവാണ്. അപ്പോൾ ഈ കല്ലിലാകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു അരം പോലെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പുകല്ലും കൂടി ഇടുമ്പോഴത്തേക്ക് നല്ലപോലെ നമുക്ക് ഉരച്ച് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മീനെല്ലാം കൂടെ വെട്ടിക്കഴിഞ്ഞ് നല്ല വെയിലായി അവിടെ അന്നേരത്തേക്ക്. അപ്പം കണ്ണനാണ് ഇടയ്ക്ക് വന്ന് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അവന് നല്ല ക്ഷീണമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി നേരം ഒന്ന് വീഡിയോ എടുത്ത് തന്നിട്ട് നീ പൊക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അവന് ഇച്ചിരി നേരം വന്ന് നിന്ന് വീഡിയോസൊക്കെ എടുത്ത് തരാം. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെയെല്ലാം എടുത്തോളാം ഒത്തിരി ചെലുത്തുന്നത്. അപ്പോൾ അങ്ങനെ മീനെല്ലാം നല്ലപോലെ ഉപ്പുകല്ല് ചെറുതും വലുതായിട്ടുള്ള എല്ലാ മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഉപ്പുകല്ലിനകത്തിട്ട് നല്ലപോലെ ഉരച്ച് കഴുകി അതിൻ്റെ പുറത്ത് ഒരുമാതിരി വഴുവഴുപ്പുണ്ട്. ഈ ആറ്റുമീനെല്ലാം ഉണ്ട് ഇങ്ങനത്തെ ഒരു വഴുവഴുപ്പ്. അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുവാണ്. മീനെല്ലാം വെട്ടി കഴിഞ്ഞു കേട്ടോ, എല്ലാം പീസാക്കി വെച്ചേക്കാണ്. ഇനി ഇത് കറി വെക്കണം. അപ്പോൾ അച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് പേരൻസ് മീറ്റിംഗ് ആണ്, അതിന് പോകണം. ഇനി മേലെല്ലാം ഒന്ന് കഴുകി ഫ്രഷായിട്ട് വേണം പോകാനായിട്ട്. മീനെല്ലാം വെട്ടിയതല്ലേ, വലിയ സ്മെല്ലൊന്നും ഇല്ല, കൈയൊക്കെ നല്ലപോലെ കഴുകി എന്ന് പറഞ്ഞാലും മേലിലൊന്ന് കഴുകിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം 2:30 ആകുമ്പോഴത്തേക്കാണ് പോകേണ്ടത്. അപ്പം വിജി ചോദിച്ചായിരുന്നു അച്ചുവും കണ്ണനിലും ഇവർ ആരാണ് ഏറ്റവും നല്ലതായിട്ട് പഠിക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു. അച്ചു പഠിക്കും, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അവൾക്ക് ഇച്ചിരി താമസമാണ്. എല്ലാം ഒന്ന് കുറേ പ്രാവശ്യം വായിച്ചാലേ അവൾക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ കിട്ടുന്ന സമയമെല്ലാം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒറ്റ പ്രാവശ്യം കേട്ടാൽ അത് ഫുള്ളായിട്ട് അവൻ കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന തന്നെയാണ്. പക്ഷേങ്കിൽ പുസ്തകം തുറക്കത്തുമില്ല, പഠിക്കത്തുമില്ല. കുഞ്ഞിലേക്ക് നല്ലപോലെ പഠിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങോട്ട് ഓരോ ക്ലാസ്സും കഴിയുന്തോറും അവൻ്റെ പഠിത്തത്തോടെ പുറകോട്ട് പോകാനും തുടങ്ങിയവന്. ഇപ്പം ശരിക്കും കണ്ണൻ ഉഴപ്പാണ്. അതിന് തിങ്കളാഴ്ച ട്യൂഷൻ്റെ അവിടെ പേരൻസ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അന്ന് പോയി ടീച്ചർമാരോട് പറഞ്ഞു. ഞാനവിടെ ചെല്ലുമ്പോൾ അവരെന്നോട് പറയും അവൻ കുഴപ്പമൊന്നുമില്ല, പഠിക്കുന്നുണ്ട്, അതായതെന്നൊക്കെ പറയും. പക്ഷേ ട്യൂഷൻ്റെ അവിടെ നല്ല മാർക്ക് മേടിച്ചിട്ട് കാര്യമില്ല, സ്കൂളിലും കൂടെ മേടിക്കണ്ടേ, എന്നാലല്ലേ കാര്യമുള്ളൂ. അപ്പം അത് സാർമാരോടൊന്ന് പറയണം, പറഞ്ഞ് കാണിക്കണം. അവൻ്റെ കാര്യം ഒന്ന് ശരിക്കൊന്ന് പറയണം. തിങ്കളാഴ്ചയാണ് അവൻ്റെ പേരൻസ് മീറ്റിംഗ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടോട്ടൊന്ന് പോകണം. അങ്ങനെ കണ്ണന് പഠിക്കാൻ കഴിവില്ലാണ്ടല്ല, നല്ലപോലെ പഠിക്കാൻ പറ്റും കണ്ണന് നല്ല മാർക്ക് മേടിക്കാനും ഒക്കെ പറ്റും. പക്ഷെ കണ്ണൻ എന്നാന്ന് എനിക്കറിയില്ല, അങ്ങ് ഉഴപ്പാണ്. എപ്പോഴും ടി വി കാണുക അങ്ങനെയുള്ള ചിന്തയുള്ളൂ, കുറച്ച് ഗെയിം കളിക്കുക അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ ഗെയിമൊക്കെ നിർത്തി, ഫോണൊന്നും കൊടുക്കാറില്ല. പക്ഷേ ടി വിക്കകത്തോടെ പുള്ളി ഇങ്ങനെ അതിൻ്റെ കാർട്ടൂൺ പോലത്തെ അതിൻ്റെയൊക്കെ പേര് പോലും കണ്ടാൽ തന്നെ പേടി, അതുപോലത്തെ കുറേ ജീവികളൊക്കെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ മനസ്സിലായിട്ട് രണ്ടുപേരും പഠിക്കുന്ന രീതി എങ്ങനെയല്ല. പിന്നെ എന്നായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങുവാണ്. കറി വെക്കണം, പിന്നെ തോരനും കൂടെ വെക്കണം. വെച്ചിട്ട് വേണം എനിക്ക് അച്ഛൻ്റെ അടുത്ത് സ്കൂളിൽ പോകാനായിട്ട്.
ഞാൻ പെട്ടെന്ന് ചടപടേന്നല്ല ഒന്ന് ചെയ്യട്ടെ. ഇതിനു മുന്നേ ഞാൻ പ്രാവശ്യം തൂളി വെച്ചപ്പം പറഞ്ഞായിരുന്നു കേട്ടോ, കറി വെക്കാനായിട്ട് നമ്മളിങ്ങനെ ചെറിയ പീസാക്കി മുറിച്ചെടുക്കുക. അതുപോലെ വറക്കാനായിട്ട് മീനിൻ്റെ നടുക്കൂടെ ഇത് കണ്ടോ ഇതുപോലെ നീളത്തിൽ ആണ് മുറിച്ചെടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് മുഴുവനും ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. അപ്പം നമ്മൾ നല്ലപോലെ മുരിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ആ മുള്ളുകൾ നമുക്ക് പ്രശ്നം വരില്ല, കടിച്ച് നമുക്കങ്ങ് തിന്നാം. അതേസമയം ഇങ്ങനെ ഒരു മീൻ മുഴുവനായിട്ട് നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ വറക്കുവാണെങ്കിൽ അകത്ത് ഭയങ്കര മുള്ളായിരിക്കും. വലിയവർക്കും കഴിക്കാൻ പറ്റത്തില്ല, പിള്ളേർക്കും കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇത് പിന്നെ ഈ വരഞ്ഞേച്ച് ഇനി ഉപ്പും മുളകും എല്ലാം കൂടെ പുരട്ടി ഇത് വറക്കാനായിട്ട് എടുക്കും. അങ്ങനെ ഇനി ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. സാധാരണ വെക്കുന്നവർ തന്നെ എപ്പോഴും ഞാൻ മീൻകറി വെക്കുന്നവർ തന്നെയാണ് അരപ്പെല്ലാം ചേർത്തേക്കുന്നത്. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കുക ചെയ്യുന്നത്. കൂട്ടാൻ നല്ല രുചിയുള്ള മീനാണ്, പക്ഷെ ഒറ്റ ഒരു കുഴപ്പമേ ഉള്ളൂ, മുള്ളെന്ന് പറഞ്ഞ സഹിക്കുകയില്ല, അതുപോലെ മുള്ളാണ്. പക്ഷെ ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ ആണെങ്കിലും നല്ല രുചി. അല്ലെങ്കിലും ആറ്റുമീൻ കറി വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് പക്ഷെ ഭയങ്കര മുള്ളായിപ്പോയി. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി ഇവിടുന്ന് വെന്ത് സെറ്റാട്ടെ. വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ സൗണ്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഞാനിത് ഓഫ് ചെയ്യാൻ മറന്നു. സാധാരണ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. അതിൻ്റെ സൗണ്ട് ഒരുമാതിരി കണ്ടോ, മോട്ടറിൻ്റെ മാതിരിയുള്ള സൗണ്ട് പോലത്തെ സൗണ്ടാണ്. അതിൻ്റെ സൗണ്ട് ചിലപ്പോൾ വരും, ക്ഷമിക്കുക കേട്ടോ. ക്യാപ്സിക്കം തോരൻ വെക്കാനായിട്ടാണ്, അതൊരെണ്ണം തോരൻ വെച്ച് എടുക്കട്ടെ, അരിഞ്ഞെടുക്കട്ടെ, എന്നിട്ട് തോരൻ വെക്കും. ക്യാപ്സിക്കം ഇങ്ങനെ നീളത്തിലാണ് അരിയുന്നത്, കനം കുറച്ച് നീളത്തിൽ. ഇനി പച്ചമുളകും സവോളയും കൂടെ ഇതുപോലെ ഇതിനകത്ത് അരിഞ്ഞിടും. പച്ചമുളക് നമ്മുടെ പച്ചമുളകിൽ നിന്ന് പറിച്ചതാണേ. ഉണ്ടമുളകുണ്ട്, പച്ചമുളകുണ്ട്, 2-3 കോവയ്ക്കായുണ്ട്. കോവലൊക്കെ കയറി വരുന്നതേ ഉള്ളൂ. പച്ചമുളക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഉണ്ടോ, ഈ ഒരു പച്ചമുളക് മതി നമുക്ക് അതിനകത്ത് ഇടാനായിട്ട്. രാവിലെ ചേട്ടൻ അതെല്ലാം പറിച്ചെടുത്തുകൊണ്ട് അത് പഴുത്തൊക്കെ തുടങ്ങിയായിരുന്നു. നേരത്തേക്ക് മൊത്തം പഴുത്ത് പോകുന്നതിന് മുമ്പേ പറിക്കണമെന്നും പറഞ്ഞുകൊണ്ട് മുഴുവൻ പറിച്ച. നമ്മുടെ മീൻകറി ശരിയായേ. ഇനി ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച്, അത് ഉപ്പൊക്കെ ഞാൻ നോക്കി കറക്റ്റാണ്. ഇനി ഉപ്പൊന്നും ചേർക്കണ്ട, ഉപ്പും പുളിയും എല്ലാം കറക്റ്റാണ്. ഇതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ, നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കറിവേപ്പ് മാറ്റി നട്ടതിന് ശേഷം അതങ്ങോട്ട് ഒരു ഉഷാറായിട്ടില്ലെന്ന് വെച്ചുകൊണ്ട് ഇല വരുന്നില്ല വേറെ, അത്രയും വലിയ തൈ പറിച്ച് നട്ടുകൊണ്ടായിരിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ മീൻ കറി സെറ്റ്. ക്യാപ്സിക്ക തോരൻ വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ചില കടുകിട്ട് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും വെജിറ്റബിൾ മസാലപ്പൊടി ചില മഞ്ഞളും കൂടെ ചതച്ച് എടുത്താണേ അതിലേക്ക് ചേർത്ത് ഇച്ചിരി വെള്ളം ചേർത്ത്, പിന്നെ ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ആ മുളകിനകത്ത് നല്ലപോലെ വെള്ളമുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് അരപ്പൊന്ന് ഇളക്കി വെച്ച്, ആ ഉപ്പ് അരപ്പിനകത്തൊന്ന് ഇളക്കി വെച്ച് അതിലേക്ക് സവോള ഉണ്ടെങ്കിൽ നീളത്തിലാണ് സവോള അരിയുന്നത്. ഇതിങ്ങനെ തോരൻ വെക്കുമ്പോഴല്ലോ, ഈ വെജിറ്റബിൾ മസാലപ്പൊടി ചേർത്തൊക്കെ വെക്കുമ്പം നമ്മൾ കൂണൊക്കെ തോരൻ വെക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന്. നേരത്തെ എന്തോരം ഉണ്ടായിരുന്നറിയാം എൻ്റെ അടുത്ത് ഈ ക്യാപ്സിക്കം, എന്നാ ചെയ്യണമെന്നറിയാൻ മേലായിരുന്നു. ഞാൻ ഓർത്തി ചില്ലി ചിക്കനകത്തും പിന്നെ അങ്ങനെയുള്ള പെപ്പർ ചിക്കൻ അങ്ങനെയുള്ളതിനകത്തൊക്കെ മാത്രമേ ഇത് ഇടത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ തോരൻ വെക്കാൻ കൊള്ളാമെന്നൊന്നും എനിക്കറിയത്തേ ഇല്ലായിരുന്നു. അതെല്ലാം തീർന്ന് ചൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് തോരൻ വെക്കാനും പഠിച്ചു.
ഇത് മൂടി വെച്ച് ആവി നല്ലപോലെ കയറി കഴിയുമ്പോഴത്തേക്ക് അത് വേവും. അങ്ങനെ ക്യാപ്സിക്കം തോരനും സെറ്റായി. അപ്പം ഇതൊക്കെ ആയിരുന്നിട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ കറിയൊക്കെ. ചോറ് വിളമ്പൊന്നും വീഡിയോ എടുക്കാണ്ട് നിൽക്കുന്നില്ല കേട്ടോ, തിരക്കാണ്. ഇനി മേലിലൊന്ന് കഴുകണം, അച്ഛൻ്റെ സ്കൂളിലോട്ട് പോകണം. ഞാൻ അച്ഛൻ്റെ സ്കൂളിലോട്ട് പോവുകയാണ്. ഇനി അവളെ കൂട്ടിക്കൊണ്ടേ വരത്തുള്ളൂ കേട്ടോ. പോയി ഇനി വിളിച്ചുകൊണ്ട് വരട്ടെ. സമയം 2:30 ആകുന്നു. 2:30ക്ക് മീറ്റിംഗ് തുടങ്ങും. അന്നേരത്തേക്ക് എനിക്ക് അവിടെ ചെല്ലണം. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഇനി കാണാമേ. സ്കൂളിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ക്ഷീണമായിട്ടോ. ഞാനൊന്നും കഴിക്കാതായിരുന്നു പോയത്. വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ അങ്ങ് ക്ഷീണമായി. പിന്നെ അങ്ങനെ അങ്ങ് ഇരുന്നു. പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീഡിയോസ് എടുത്തത്. അപ്പോൾ രാത്രിയിലേക്ക് ഞാൻ ചോറ് വെച്ചിട്ടില്ലായിരുന്നു. ഉച്ചക്കത്തേക്ക് മാത്രമുള്ള ചോറേ ഉള്ളായിരുന്നു. അപ്പോൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ചപ്പാത്തി മീൻകറി ഉണ്ടല്ലോ, മീൻകറിയും കൂട്ടി ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചപ്പാത്തി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ സ്കൂളിൽ പോയി മീറ്റിങ്ങിന് പോയി ടീച്ചർമാരെയൊക്കെ കണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് അച്ഛനെ പറ്റി പറഞ്ഞത്. അപ്പോൾ അതെല്ലാം കേട്ടപ്പോൾ മനസ്സിൽ സന്തോഷം തോന്നി. ഇനി അടുത്ത കാര്യത്തിലും കൂടെ ഒന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്രാവശ്യം നല്ല മാർക്ക് മേടിച്ചാൽ അടുത്ത പ്രാവശ്യം ഇച്ചിരി ഇതായാലും ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള രീതിയിൽ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയൊക്കെ കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പം മറക്കണ്ട കേട്ടോ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ കേട്ടോ. അപ്പം മറക്കണ്ട, പറഞ്ഞതൊന്നും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുമെങ്കിലും ചെയ്തേക്കണേ.